ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഓഫീസിലാണ്. ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു എന്റെ 10,000 പ്ലസ് GST. വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിൻസി, അപ്പാൻ ഇവർ രണ്ടും വീണ്ടും എയറിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. ബിഗ് ബോസിന് ശേഷം എനിക്ക് തോന്നുന്നു വീണ്ടും ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് വെറുപ്പിച്ച് വീണ്ടും ജനങ്ങളെ വീണ്ടും ജനങ്ങളിൽ നിന്നൊരു വെറുപ്പീരുണ്ടല്ലോ, അത് വീണ്ടും തുടർന്നു കൊണ്ടേ പോവുകയാണ് ഇവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ആൾക്കാർ മറന്നങ്ങ് പോയേനെ. വീണ്ടും ഈ ഒരു ഷോയെ പറ്റിയിട്ട് പിന്നെയും സംസാരിച്ചു. അവിടെ അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പിന്നെയും ചർച്ച ചെയ്യുന്നുകൊണ്ടാണ് വീണ്ടും ഇത് ജനങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് ജനങ്ങളും വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയുടെയും അപ്പാനിയുടെയും ഒരു വീഡിയോ കടന്ന് വൈറലാവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. അപ്പം ഓൾറെഡി എല്ലാവരും എടുത്തു വെച്ച് ചെയ്തയാടേ, പിന്നെ ഞാനായിട്ട് ഇനി ഒരു കുറവും വരുത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വെക്കാമെന്ന് പറയുന്നത്. പക്ഷേ മോശമാണ്, അത് വേറൊരു കാര്യം. കാരണം ഇത് എടുത്തവൻ ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും അവ ചെയ്തതൊരു പോക്കൃത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇവരെ പുറകെ ഒരു ക്യാമറയും തൂക്കിയെടുത്തുകൊണ്ട് ബിഗ് ബോസ് കാണിക്കുന്ന പോലെ അവിടെ എവിടെയും പോയിരുന്ന് സംസാരിക്കുന്നതും പിടിക്കുന്നതും തൊടുന്നതും അതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു രീതി അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് വേറെ കാര്യം. അപ്പം ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം. എന്തായാലും അത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ചിലപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു 10 ലൈക്ക് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ഈ ചെയ്ത വീഡിയോ ഇതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചിലപ്പം ഒരു 5 ലൈക്ക് പോലും കിട്ടത്തില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഈ ലൈക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ അവിടെ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുവാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അത് വേറെ കാര്യം. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവരും കണ്ടയാണ്, എല്ലായിടത്തും കടന്ന് ഓടുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെക്കുന്നത് കേട്ടോ. ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. അത് വേറെ കാര്യം. കാരണം അവരെ അനുവാദമില്ലാതെ അവർ കെട്ടിപ്പിടിക്കുന്നതും അവർ ഉമ്മ വയ്ക്കുന്നതും അങ്ങനെയായിട്ടുള്ള കുറേ ക്ലിപ്പുകൾ എടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഞാനിത് അവരുടെ അനുവാദം മേടിക്കുന്നു എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. കാരണം ഇത് ഓൾറെഡി എല്ലായിടത്തും കിടന്ന് ഓടിയതാണ്, എല്ലാവരും കണ്ടതാണ്. പിന്നെ നമ്മളിനി ഇത് വെക്കുന്നതും വെക്കാത്തതെല്ലാം കണക്ക് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നത് ആ വീഡിയോ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വെക്കത്തില്ല. ഇതിപ്പോൾ ഞാനാണ് ആദ്യം കാണുന്നതെങ്കിൽ എൻ്റെ കയ്യിലാണ് ഈ സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് വെക്കത്തില്ല. അത് വേറെ കാര്യം. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇവർ എയർപോർട്ടിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, എയർപോർട്ടിലോ മാളിലോ എവിടെങ്ങാണ്ടേ. എന്തായാലും അതൊരു പബ്ലിക് ഏരിയ ആണ്. കുറേ ആൾക്കാർ അതിലൂടെ ഇപ്പുറത്തൂടെയൊക്കെ പോകുന്നുണ്ട്. പബ്ലിക് പ്ലേസ് ആണ്. അപ്പം ഇത് ഒരു വീഡിയോ ആണോ എന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. കാരണം ജീവനുള്ള ആളെ പടച്ചു വിടുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇവരവിടെ നിന്നിട്ട് സംസാരിക്കുന്ന വഴിക്ക് അപ്പാനി ഈ ബിൻസിയുടെ പുറത്ത് ശരീരത്ത് കൈവച്ച് പിടിക്കുന്നു, തൊടുകയോ എന്തോ ഇക്ലിയാക്കി എന്തോ പിടിച്ച് മാന്തയോ എന്താണ് ചെയ്യുന്നത് ഇടുപ്പിനകത്ത്. അതാണ് ഇപ്പം ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. അപ്പം ഇത് ചർച്ചാ വിഷയമാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഇവരുമായിട്ടുള്ളൊരു വിഷയം നമ്മൾ കണ്ടതാണ്. ഇവരുമായിട്ടുള്ള വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഇവരെ പച്ച അപരാധം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെതിരെ അനുവുമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം ബിൻസി ഔട്ടാവുന്ന സമയത്ത് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് ബിൻസി ഇപ്പം എവിക്റ്റായി പോയതിന് തന്നെ കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ കൊണ്ടിടുന്നതും വിഷയമാക്കുന്നതെല്ലാം ആരാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പാനിയും ബിൻസിയും തമ്മിലൊരു റിലേഷൻ, എന്തോ ഒരു ബന്ധമുണ്ട്, അത് പുറത്ത് നെഗറ്റീവായിട്ടേ ഓടൂ എന്നൊക്കെ പറയുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അതിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വീഡിയോ ആൾക്കാർ കമ്പയർ ചെയ്യുന്നതും അതിനെതിരെ സംസാരിക്കുന്നതും. അപ്പം ഞാൻ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞു, ഷോ കഴിഞ്ഞു. അതിനകത്ത് അവർ ചെയ്തതിനും അല്ലെങ്കിൽ അവർ കാണിച്ചതിനെല്ലാം അവർക്കെതിരെ ആൾക്കാർ അതിനെതിരെ സംസാരിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു ഷോയാണ്, ടോക്സിക് ആയിട്ടുള്ളൊരു ഷോയാണ്.
ആ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഓരോ കാര്യങ്ങളും എടുത്ത് വെളിയിലോട്ടിടുന്നത്. ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പോലും എടുത്ത് വെളിയിലോട്ടിടുന്നത്. ആര്യൻ്റെയും അതുപോലെ ജിസിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടല്ലോ, ഇത് ഒരു ടോക്സിക് ഷോയാണ്. ഇതിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കുറേ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഇവർക്ക് മെയിനായിട്ട് ഇവർക്ക് വേണ്ടുന്നതും. ഈ ഒരു ഷോയെ നിലനിർത്തുന്നത് തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് വേറെ കാര്യം. അതിലൂടെയാണ് ആ ഷോയ്ക്ക് റീച്ച് കിട്ടുന്നതും അവരുദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റിലോട്ട് അത് പോകുന്നതും. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് ചർച്ചാ വിഷയമാക്കി, സംസാരം വിഷയമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഷോയിൽ നിൽക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ വെളിയിലിറങ്ങിയിട്ട് ഇനി ഇവർ ഫ്രണ്ട്സാണോ അല്ലെങ്കിൽ ലവറാണോ, അതൊക്കെ അവരെ കാര്യങ്ങൾ. അവരിപ്പം ഇവിടെ അപ്പാനി ബിൻസിയുടെ പുറത്ത് തൊടുന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇപ്പം അതിനകത്ത് ബിൻസിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് നമ്മളെടുത്ത് വെച്ച് ഇതിനെ ഇവർ കാണിച്ചത് തെണ്ടിത്തരമാണ്, മോശമാണ്, ഇവർ തമ്മിൽ അതുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ട്. ബിൻസിക്ക് കുഴപ്പമില്ല, അപ്പാനി തൊടുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചിയിലും അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം, ആണും പെണ്ണൊക്കെ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ബൈക്കിനകത്തും അവിടെ ഇവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്ന് അല്ലേ. അപ്പം അത് അവർക്ക് വിഷയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനകത്ത് ഇത്ര സംസാരിക്കാൻ ഇരിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് വലിയ ഇത് നെഗറ്റീവായിട്ട് തോന്നിയില്ല. അവർ ചിലപ്പം കാര്യം പറഞ്ഞ് തമാശയ്ക്ക് ചിലപ്പം അപ്പാനി കയറി ശരീര ഇടുപ്പിനകത്ത് പിടിക്കുന്നു, ചിലപ്പം നുള്ളിയതങ്ങനെ ആയിരിക്കാം. ബിൻസിക്ക് കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുഴപ്പം? അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. കാരണം എനിക്കത് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത് ഗെയിം കഴിഞ്ഞു, ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെല്ലാം വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഇത് വെച്ചെടുത്തിട്ട് വീണ്ടും ഇവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈ ബിൻസി ആയാലും അപ്പാനി ആയാലും വീണ്ടും ഈ ഒരു ബിഗ് ബോസിൻ്റെ വിഷയങ്ങൾ വീണ്ടും ഇതിലേക്ക് കൊണ്ടിട്ട് ചർച്ചയാക്കി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത് വിടാൻ ഉദ്ദേശിക്കാത്തത്. ഈ പറഞ്ഞിട്ടുള്ള അനുമോളുമായിട്ടുള്ളതും മസ്താനിയുമായിട്ടുള്ള പ്രശ്നങ്ങളും വീണ്ടും കൊണ്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ എവിടെ ഇൻ്റർവ്യൂ എടുത്താലും ഈ ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ലൈവിനകത്ത് വന്നാലും ഈ ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾ വീണ്ടും ഇതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു സംസാര വിഷയം ആക്കാതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളത് വിട്ടുകളയും. കാരണം ഇപ്പോൾ ശൈത്യ എനിക്ക് തോന്നുന്നു ശൈത്യയൊക്കെ ഏറി നിന്ന് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുവാണ്. പുള്ളിക്കാരി വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഏറി കയറ്റി വിടും. പക്ഷേ കുറച്ചാൾ ഇതുപോലെ മിണ്ടാതെയും പറയാതെയൊക്കെ നൈസായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ അങ്ങ് വിടും. അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവാം. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി ബിഗ് ബോസ് താരം അനീഷ് ആദി വരച്ചൻ. ഇംഗ്ലീഷ് കഫേയുമായാണ് അനീഷിൻ്റെ കൊളാബ്. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയാണ് കൊളാബ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 or 3 അത്രയായിരിക്കാം. ബിഗ് ബോസിന് ശേഷം ആ ഫെയിം ഉപയോഗിച്ച് ഉദ്ഘാടനവും പരസ്യവും ഒക്കെയായി തിരക്ക് ആകാറുണ്ട്. ഈ സീസണിലെ താരങ്ങളും തിരക്കിലേക്ക് ആകുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇത് ഞാനും കണ്ടായിരുന്നു, അനീഷിൻ്റെ ഒരു വീഡിയോ. എന്താ അല്ലേ ബിഗ് ബോസിനകത്ത് സുപ്രഭാതം മലയാളം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പിറ്റേന്ന് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കഫേക്ക് കൊണ്ടുപോയിട്ടൊരു കൊളാബ് കൊടുത്തേക്കുവാണ്. വേറെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം പുറമിൽ ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ, പൈസ. അത് വേറൊരു കാര്യം. അപ്പോൾ ഇവരെല്ലാം ബിഗ് ബോസിനകത്ത് നിന്നത് വെറും ഫേക്കായിട്ടാണെന്നല്ലോ എന്നാണ് അതൊക്കെ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കൂടെ. ഫേക്കായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ ജെന്യുവനായിട്ട് നിൽക്കണോ എന്നൊക്കെ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ അനീഷിൻ്റെ അത് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിക്കാരൻ ഈ ഒരു വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുക വരെ ചെയ്തതാണല്ലേ. സുപ്രഭാതവും അല്ലെങ്കിൽ അക്ബർ എടുത്തിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 ദിവസം അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിലേക്ക് കയറിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടേ. എന്തായാലും കൊള്ളാം, ആ ഒരു വീഡിയോയും കൂടെ ഇവിടെ വയ്ക്കാം, അനീഷിൻ്റെ പുതിയൊരു കൊളാബിൻ്റെ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഓഫീസിലാണ്. ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ് ഇംഗ്ലീഷ് കഫേ.
എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് കഫേ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഓൺലൈനിലൂടെ വീഡിയോ ക്ലാസ് വഴിയാണ് ഇംഗ്ലീഷ് കഫേ നമ്മളെല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോരുത്തർക്കും നൽകുന്നു. അത് കൂടാതെ എന്തല്ലേ പണത്തിന് മേലെ പരന്തും പറക്കത്തിൽ നിന്നു ഞാൻ കണ്ടൊരു വഴഞ്ചൊല്ലില്ലേ, എന്തായാലും കൊള്ളാം. ബിഗ് ബോസിനകത്ത് സുപ്രഭാതവും മലയാളത്തിനെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് പുകഴ്ത്തി പറഞ്ഞ ആൾ ഇറങ്ങിയ ഉടനെ അങ്ങോട്ട് ഇംഗ്ലീഷ് കഫയിലോട്ട് അങ്ങോട്ട് മാറി. എന്തായാലും പിന്നെ അത് പുള്ളിയുടെ സ്ട്രാറ്റജിയാണ്, അതിലൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല. എനിക്കും പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അഭിപ്രായം പറഞ്ഞല്ലേ പറ്റൂ. ഇനി ആര് വന്ന് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് കമൻറ്റ് ഇട്ടാലും ഇനി ലൈക്ക് അടിച്ചാലും ലൈക്ക് അടിച്ചില്ലേലും നമുക്ക് അഭിപ്രായം പറയാം. ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളത്? ഏതെങ്കിലും അവിടെ നിന്നിട്ടുള്ള ഒരാളും ജെന്യൂൻ അല്ലായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള ഫേക്ക് സ്ട്രാറ്റജിയും കൊണ്ടാണ് അവിടെ നിന്നിട്ടുള്ളത് തന്നെ അല്ലേ. അപ്പം പിന്നെ നമുക്കും അഭിപ്രായം പറയാം, അത് വേറെ കാര്യം. കാരണം ഗെയിം കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകും. കാർ എടുക്കുന്നെന്ന് കേട്ടു. രേണുസുതി ഉടനെ എടുക്കും. ഇപ്പൊ എവിടെ നോക്കിയാലും സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് ആണ് എടുക്കുന്നത്. രേണുസുതി അതാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തിട്ടായി. ബുക്ക് ചെയ്തിട്ടായി. അതാ ഇഷ്ടം. മോന് ഇതപ്പന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഴയ പോലൊക്കെ തന്നെ ട്രെയിനും ബസ്സൊക്കെയാണ് നമുക്ക് ഇഷ്ടം. റെഡി ക്യാഷ് ആണോ? എന്തായാലും രേണുസുതി പുതിയ കാറൊക്കെ എടുക്കാൻ പോവാന്ന്. നിങ്ങൾ കാർ എടുക്കുകയോ ബസ് മേടിക്കുകയോ ട്രെയിൻ മേടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് വർക്കെങ്കിലും ഒന്ന് ചെയ്യണേ. കാരണം ഇത്രയും പൈസ നിങ്ങളെ കൈ കിട്ടും. നിങ്ങൾക്ക് കാർ എടുക്കാനില്ല, നിങ്ങളെ ഈ പൈസ ഉണ്ട്. ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് പണി ചെയ്യാനും ആ വീടൊന്ന് വൃത്തിയാക്കാനും മാത്രം നിങ്ങളെ കയ്യിൽ പൈസയില്ല. അതാണ് എല്ലാവരും ചോദ്യം. എൻ്റെ മാത്രമല്ല, എല്ലാവരും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഭൂരിപക്ഷം കമൻറ്റും ഇങ്ങനൊരു ചോദ്യമായിരിക്കും അതിനകത്ത് ചോദിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പം സുധിയുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടായിരിക്കാം അത് മെയിൻ്റനൻസ് പണിയൊന്നും ചെയ്യാതെ അതവിടെ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അതങ്ങനെ ഇട്ടേക്കുന്നത്. അത് കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ സുധിയുടെ മക്കളെന്ന് പറഞ്ഞാൽ ഇവർക്കും കൂടെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അവകാശം വരുമല്ലോ. സുധിയുടെ മക്കളെന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും മക്കളാണോ? ഇവരെ ഇപ്പം കിച്ചു മാത്രമല്ലേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള വേറൊരു സ്ത്രീ പ്രസവിച്ചത്. അപ്പം ഋതപ്പനും കൂടെ വേണ്ടിയിട്ടാണല്ലോ, സുധിയുടെ 2 മക്കൾക്കും വേണ്ടിയിട്ടാണല്ലോ ആ ഒരു വീട് ഇവർ കൊടുത്തത്. അപ്പോൾ ഋതപ്പനെ പ്രസവിച്ചത് ഇവരല്ലേ പ്രസവിച്ചത്. അപ്പം ഇവർക്കും കൂടെ അതിനകത്ത് താമസിക്കാനുള്ള അവകാശവും അത് വൃത്തിയാക്കാനുള്ള അവകാശവും മെയിൻ്റെനൻസ് പണി ചെയ്യാനുള്ള അവകാശവും ഇവർക്കും ഉണ്ടല്ലോ. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന പൈസ കൊടുത്ത് മാത്രം ഒരു വീട് വെച്ചിട്ട് ഞാൻ അതിനകത്ത് കയറി താമസിക്കൂ, അതിനകത്ത് കിടക്കൂ, അത് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യൂ എന്നുള്ളൊരു വാശി കൊണ്ട് നടക്കുന്നുണ്ടല്ലേ ഇപ്പോഴും ഇവർ ഈ ഒരു വീട് പ്രശ്നം അവസാനിക്കാതെ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഫിറോസിൻ്റെ ഒരു കമൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലേ. വീണ്ടും ഈ ഒരു വീട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ഇവരും ഷാരിയയും കൂടെ ചേർന്നിട്ടല്ലേ. ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യം ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഈ പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഉദ്ഘാടനവും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഏണിങ്സ് ഇവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഏണിങ്സ് കൊണ്ടിട്ട് ഇവർ അത് ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ വീണ്ടും പോയിട്ട് വീട് തന്നവരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം. ആ ടാസ്കില് എന്തോ ഷെയർ ചെയ്യുന്ന എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ. അപ്പൊ അതിനുശേഷം അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇവൾക്കായിരുന്നു. അതിനുശേഷം ഇവള് ആ ബെഡിൽ ഒറ്റക്ക് പോയിട്ട് ഇതന്നെയായിരുന്നു പണി. പാട്ട് പാടുക, ഒറ്റക്ക് പാട്ട് പാടുക, അങ്ങനെയായിരുന്നു. അനിമോള എന്റെ 10,000 പ്ലസ് GST വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നൂറ് എന്തൊന്നും മിണ്ടാതിരിക്കുന്ന നൂറ പറയുന്ന കേൾക്കാൻ നമ്മൾ കാത്തിരിക്കല്ലേ. അതിലൊക്കെ ഉണ്ട് കുറച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ട് ഷെയർ ആരുമില്ല, ഒന്നുമില്ല, സ്നേഹം മാത്രം. അനുമോളാണെന്നുണ്ടെങ്കിൽ സ്നേഹം മാത്രം. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നെവിനെ, തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെയൊക്കെ സ്നേഹം കിട്ടിയില്ലേ നെവിന്? അതിനപ്പുറം ഉണ്ടോ? സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, ആ കപ്പും ആ കിട്ടിയ ബാക്കി പൈസ ഉണ്ടല്ലോ, എത്ര 45 42 അത്രയും ലക്ഷം രൂപയും കൂടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോട്ട്. അല്ലാതെ പിന്നെ എന്തോ ആ കൊച്ചു കഷ്ടപ്പെട്ട് കളിച്ചൊരു ടാസ്കിനകത്ത് കിട്ടിയ എമൗണ്ടാണ് ഈ ആ കൊച്ചു മാത്രമല്ല, ഈ അനു മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും കളിച്ചെന്നാണ് ഈ നിവിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞത് അല്ലേ. എന്ത് എളുപ്പമായി. അവർ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് കളിച്ചതിൽ നിന്ന് അവർ ഉണ്ടാക്കിയ ആ ഒരു എമൗണ്ടിൽ നിന്ന്, അവർ സേവ് ചെയ്ത ആ എമൗണ്ടിൽ നിന്ന് എല്ലാം കൂടെ എടുത്ത് നിവിന് കൊടുക്കുമ്പോഴത്തേക്ക്
അത് എനിക്കങ്ങനെ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. അവനവൻ കളിച്ച് നേടിയെടുത്തതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് കളിച്ചൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് അതിന് ഒരു അവകാശവാദം പറഞ്ഞുകൊണ്ട് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള നൂറ പറയുന്നുണ്ട് പൈസയുടെ കാര്യം. അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള നൂറക്ക് കിട്ടിയെന്ന് അതിനകത്ത് നിന്ന് ഷെയർ കൊടുക്കാൻ പറഞ്ഞല്ലോ, 3 ലക്ഷമോ ഇത്രയും കണ്ട് അതിൽ നിന്ന് ഷെയർ അതിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊടുത്തു, അക്ബറിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു. അത് കൊടുത്തില്ലല്ലോ. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും അവരവർക്ക് അർഹിച്ച ഈ പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങളും അർഹിച്ച ഈ ഗിഫ്റ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. എമൗണ്ട് ആയാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ കളിച്ച് നേടിയ ആ പൈസയിൽ നിന്ന് കൊടുക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. സ്വന്തമായിട്ട് കളിച്ച് നേടിയെടുക്കുകയാണെങ്കിൽ അതിന് പറയാം, അതിന് അവകാശം പറഞ്ഞുകൊണ്ട് പോവാം. ഇത് കൊടുക്കാതിരിക്കും അതിൻ്റെ ചിലപ്പം എനിക്ക് ഇപ്പം ഈ 50 ലക്ഷം വിന്നറായ അനുമോളെ ഈ അത്രയും 50 ലക്ഷത്തിൻ്റെ പകുതിയല്ലേ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ അവരാദ്യം ചിന്തിക്കുക അല്ലേ. പുള്ളിക്കാരിക്ക് ഇപ്പം 42 ലക്ഷം കൊണ്ടല്ലേ ഉള്ളൂ. ബാക്കി അതിൽ നിന്നല്ലേ ഈ പറഞ്ഞിട്ടുള്ള ടാസ്ക് ഇപ്പം മണി ടാസ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തൊരു പരിപാടിയുടെ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ 50 ലക്ഷം പറയുകയാണെങ്കിൽ 50 ലക്ഷം തന്നെ കൊടുക്കണം, ആണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇപ്പം നിങ്ങളെയൊക്കെ എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.